അപ്പോൾ നമുക്ക് ചാപ്റ്ററിൻ്റെ എൻഡിലേക്ക് വരികയാണ്. തിയറം നോർമൽ സബ്ഗ്രൂപ്പ്സ് ആർ കേർണൽസ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കേർണൽ ഇസ് എ നോർമൽ സബ്ഗ്രൂപ്പ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് അതുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. എവരി നോർമൽ സബ്ഗ്രൂപ്പ് ഓഫ് എ ഗ്രൂപ്പ് ജി ഈസ് ദ കേർണൽ ഓഫ് എ ഹോമോമോർഫിസം ഓഫ് ജി. അതായത് ഏത് ഗ്രൂപ്പിൻ്റെയും എവറി നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് എ ഗ്രൂപ്പ് ജി ഈസ് ദ കേർണൽ ഓഫ് എ ഹോമോമോർഫിസം ഓഫ് ജി എന്ന് പറഞ്ഞ അർത്ഥം ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നോർമൽ സബ് ഗ്രൂപ്പ്സ് ഫോം ചെയ്യാനായിട്ട് അറിയാം. രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കേർണൽ കണ്ടുപിടിക്കാൻ അറിയാം. കേർണൽ നോർമൽ സബ് ഗ്രൂപ്പാണെന്ന് അറിയാം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ഇതാണ്, ഒരു ഗ്രൂപ്പിൻ്റെ നോർമൽ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഹോമോമോർഫിസത്തിൻ്റെ കേർണലാക്കി മാറ്റാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ഗ്രൂപ്പിൻ്റെയും ഒരു ഗ്രൂപ്പിൻ്റെ ഏത് നോർമൽ സബ് ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്കൊരു ഹോമോമോർഫിസം കണ്ടുപിടിക്കാൻ സാധിക്കും. ഗ്രൂപ്പുകൾ തമ്മിൽ പ്രത്യേകത എന്താ, ആ ഹോമോമോർഫിസത്തിൻ്റെ കേർണൽ എന്ന് പറയുന്നത് ഈ നോർമൽ സബ് ഗ്രൂപ്പാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതാണ് പ്രത്യേകത. ഇൻ പർട്ടിക്കുലർ എ നോർമൽ സബ് ഗ്രൂപ്പ് എൻ ഇസ് ദ കേർണൽ ഓഫ് ദ മാപ്പിംഗ് ജി ടു ജി എൻ ഫ്രം ജി ടു ജി ബൈ എൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എ നോർമൽ സബ് ഗ്രൂപ്പ് എൻ ഇസ് ദ കേർണൽ ഓഫ് ദ മാപ്പിംഗ് ജി ടു ജി ബൈ എൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്, നമുക്ക് ജി ബൈ എൻ എന്ന് പറയുന്നത് ഇൻ പർട്ടിക്കുലർ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ റിസൾട്ട് പ്രൂവ് ചെയ്യുന്നു, അതിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന മറ്റൊരു റിസൾട്ടാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഞാനൊരു ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുന്നു. ആ മാപ്പിങ്ങിൻ്റെ കേർണൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് എത്രയായിട്ട് മാറും, ഈ പറയുന്ന നോർമൽ സബ് ഗ്രൂപ്പായിട്ട് മാറും എന്നുള്ളത് കൂടെ പ്രൂവ് ചെയ്യണം. അപ്പോൾ മാപ്പിംഗ് എവിടേക്കാണ്, ജിയിൽ നിന്നും ജി ബൈ എന്നിലേക്ക്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അതിൻ്റെ ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഫാക്ടർ ഗ്രൂപ്പ് കൺസ്ട്രക്ട് ചെയ്യാം. ഈ നോർമൽ സബ് ഗ്രൂപ്പ് ഉപയോഗിച്ച് നമുക്ക് ഫാക്ടർ ഗ്രൂപ്പ് കൺസ്ട്രക്ട് ചെയ്യാം. ഇനി ഗ്രൂപ്പ് ഈ പറയുന്ന ഫാക്ടർ ഗ്രൂപ്പ് ഇതുമായി ബന്ധപ്പെടുത്തുന്ന ഒരു മാപ്പിംഗ് ഉണ്ടെങ്കിൽ ആ മാപ്പിങ്ങിൻ്റെ കേർണൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കണ്ടുപിടിക്കുന്ന കേർണൽ എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഏത് തന്നെയാണ്, എൻ തന്നെയാണ്. അതായത് ഈ പറയുന്ന നോർമൽ സബ് ഗ്രൂപ്പ് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള സ്റ്റെപ്സ് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഗ്രൂപ്പ് ജിയുടെ ഒരു നോർമൽ സബ് ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുന്നു. അതവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ജി എടുക്കുന്നു, ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നോർമൽ സബ് ഗ്രൂപ്പ് എൻ എടുക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് പ്രൂവ് ചെയ്യാൻ പോകുന്നത് എൻ എന്ന് പറയുന്നത് എന്താണ്, കേർണലാണ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഒരു ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്യും, ആ ഹോമോമോർഫിസത്തിൻ്റെ കേർണലായിട്ട് നമുക്ക് എന്നിനെ കരുതാം എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, ജിയിൽ നിന്നും ജി ബൈ എന്നിലേക്ക് ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്തു. ദാറ്റ് ഈസ് ഗാമ ഇസ് എ മാപ്പിംഗ് ഡിഫൈൻഡ് ഫ്രം ജി ടു ജി ബൈ എൻ ബൈ ഗാമ ഓഫ് ജി ഇസ് ഈക്വൽ ടു ജി എൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യുന്നത്. ജിക്കകത്തെ ഒരു എലമെൻ്റ് എടുത്തു, ആ എലമെൻറ്റിൻ്റെ ഇമേജ് ആയിട്ട് ജി എന്നെ എടുത്തു എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ആ എലമെൻറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന കൊസറ്റ് ആയിരിക്കും. അതാണ് പ്രത്യേകത. ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ആ എലമെൻറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന കൊസറ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് പ്രത്യേകത. മാപ്പിംഗ് എവിടേക്കാണ്, ജിയിൽ നിന്നും ജി ബൈ എന്നിലേക്കാണ് മാപ്പിംഗ്. അപ്പോൾ തീർച്ചയായിട്ടും ജിക്കകത്തുള്ള ഒരു എലമെൻറ്റിനെ ജി ബൈ എന്നകത്തുള്ള ഒരു കൊസറ്റുമായി ബന്ധപ്പെടുത്തണം. ജിക്കകത്തുള്ള എലമെൻറ്റ് സ്മോൾ ജി ആണെങ്കിൽ തീർച്ചയായിട്ടും സ്മോൾ ജിയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കൊരു കൊസറ്റ് ഫോം ചെയ്യാം. അതാണ് ജി എൻ. ആ ജി എൻ എന്ന് പറയുന്നത് എവിടുത്തെ മെമ്പറാണ്, ജി ബൈ എന്നിലെ മെമ്പറാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കൊസറ്റുകളുടെ പ്രത്യേകത എന്താ, ഗ്രൂപ്പിനകത്തുള്ള ഓരോ മെമ്പറുമായും ബന്ധപ്പെടുത്തി നമുക്ക് കൊസറ്റ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ആദ്യം ഫസ്റ്റ് എലമെൻ്റ് എടുക്കുന്നു, അതിന് എന്നുമായിട്ട് ചേർന്ന് ഒരു കൊസറ്റ്. ജിയിലെ സെക്കൻഡ് എലമെൻ്റ് എടുക്കുന്നു, എന്നുമായിട്ട് ചേർന്ന് അടുത്ത കൊസറ്റ്. ഇത്തരത്തിൽ ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും തന്നെ കൊസറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പിലെ ഒരു എലമെൻറ്റിനെ ആ എലമെൻറ്റുമായി ബന്ധപ്പെടുത്തുന്ന ഒരു
ഓപ്പോസിറ്റുമായിട്ട് മാപ്പ് ചെയ്യുന്നു. സോ മാപ്പിംഗ് ഡിഫൈൻഡ് ഫ്രം ജി ടു ജി ബൈ എൻ ബൈ ഗാമ ഓഫ് ജി ഇസ് ഈക്വൽ ടു ജി എൻ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മാപ്പിംഗ് ആദ്യം ഹോമോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യും. അതിനുശേഷം ആ ഹോമോമോർഫിസത്തിൻ്റെ കേർണൽ കണ്ടുപിടിക്കുമ്പോൾ അത് മറ്റാരുമല്ല എൻ തന്നെയാണ് എന്ന് നമ്മൾ കൺക്ലൂഷനിലെത്തും. നമുക്ക് ആദ്യമായിട്ട് ഇത് ഹോമോമോർഫിസം ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഹോമോമോർഫിസം ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള മാർഗം ഗ്രൂപ്പിലെ 2 എലമെൻറ്റ്സ് എടുത്തു, G1 ഉം G2 ഉം, എന്നിട്ട് ഗാമ അപ്ലൈ ചെയ്യുന്നു. സോ വാട്ട് ഈസ് ഗാമ ഓഫ് G1 G2? ബൈ ഡെഫിനിഷൻ ജിയുടെ ഇമേജ് എന്ന് പറയുന്നത് ജി കണ്ടെയ്ൻ ചെയ്യുന്ന ജി എന്നുള്ള കൊസറ്റാണ്. അപ്പോൾ G1 G2ൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ആരായിരിക്കും? G1 G2 N. G1 G2 N ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി G1 N ഇൻറ്റു G2 N എന്ന് എഴുതി. ബൈ വിച്ച് പ്രൂഫ് AB ഇൻറ്റു H സെയിം ആസ് AH ഇൻറ്റു BH. Now what is G1 N? Gamma of G1, and G2 N is gamma of G2. So clearly gamma is a homomorphism. Gamma homomorphism കിട്ടി. ഇനി അറിയേണ്ടത് ഈ മാപ്പിങ്ങിൻ്റെ ഈ ഹോമോമോർഫിസത്തിൻ്റെ കേർണൽ കണ്ടുപിടിക്കണം. കേർണൽ ഓഫ് ഗാമ. ആൻഡ് വാട്ട് ഈസ് കേർണൽ ഓഫ് ഗാമ? കേർണൽ ഓഫ് ഗാമ ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് എക്സ് ഇൻ ജി സച്ച് ദാറ്റ് ഗാമ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എൻ ഈക്വൽ ടു എൻ ദ ഐഡൻറ്റിറ്റി ഇൻ ജി ബൈ എൻ. അപ്പോൾ അത് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കണം. നമ്മുടെ മാപ്പിംഗ് എവിടേക്കാണ്? മാപ്പിംഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ജിയിൽ നിന്നും ജി ബൈ എന്നിലേക്കാണ്. നമുക്കറിയാം ജി ബൈ എൻ എന്നതിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടർ ഗ്രൂപ്പ്. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ് ജി ബൈ എൻ ഫാക്ടർ ഗ്രൂപ്പാണ്. അത് ഗ്രൂപ്പ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് ഐഡൻറ്റിറ്റി ഉണ്ടാവും. ഒരു ഫാക്ടർ ജി ബൈ എച്ച് എന്ന് പറയുന്ന ഫാക്ടർ ഗ്രൂപ്പിലെ ഐഡൻറ്റിറ്റി EH അഥവാ എച്ച് ആയിരുന്നു. ഇവിടെ നമ്മുടെ ഫാക്ടർ ഗ്രൂപ്പിൻ്റെ പേര് ജി ബൈ എൻ എന്നാണ്. അപ്പോൾ ജി ബൈ എൻ എന്ന് പറയുന്ന ഫാക്ടർ ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് EN അഥവാ N ആയിരിക്കും. അപ്പോൾ ജി ബൈ എന്നിലെ ഐഡൻറ്റിറ്റി ആരാണ്? N ആണ്. അപ്പോൾ ഹോമോമോർഫിസത്തിൻ്റെ പ്രത്യേകത എന്താ? ഐഡൻറ്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്ന എലമെൻറ്റുകളാണ് നമ്മുടെ കേർണലിൽ വരുന്നത്. അപ്പോൾ വാട്ട് ഈസ് KR ഗാമ? KR ഗാമ എന്ന് പറയുന്നത് എക്സ് എലമെൻറ്റ് ഓഫ് ജി ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ആണ്. പ്രത്യേകത എന്താ? ആ എലമെൻറ്റുകളുടെ ഇമേജ് എന്ന് പറയുന്നത് ജി ബൈ എന്നിൻ്റെ ഐഡൻറ്റിറ്റി ആയിരിക്കും. ദാറ്റ് ഈസ് ഗാമ ഓഫ് എക്സ് എന്ന് പറയുന്നത് N ആയിരിക്കും. പക്ഷേ നമ്മുടെ ഡെഫിനിഷൻ എന്താ? ഗാമ ഓഫ് ജി ഇസ് ഈക്വൽ ടു GN എന്നാണ് ഡെഫിനിഷൻ. അപ്പോൾ ആ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ഗാമ ഓഫ് എക്സ് N ആണ്, പക്ഷേ ഗാമ ഓഫ് എക്സ് XN കൂടെയാണ്. അപ്പോൾ എങ്ങനെ പറയാം? ഗാമ ഓഫ് എക്സ് ഈക്വൽ ടു XN ഈക്വൽ ടു N. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: എക്സ് എലമെൻറ്റ് ഓഫ് ജി സച്ച് ദാറ്റ് XN ഇസ് ഈക്വൽ ടു N. അപ്പോൾ ഗ്രൂപ്പിനകത്ത് ഉള്ള കേർണലിൻ്റെ പ്രത്യേകത എന്താ? കേർണൽ എന്ന് പറയുന്നത് ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് XN ഇസ് ഈക്വൽ ടു N ആണ്. അപ്പോൾ XN ഇസ് ഈക്വൽ ടു N ആയിട്ട് വരുന്ന ആരൊക്കെ ഉണ്ട് എന്നാണ് ചോദ്യം. നമുക്കറിയാം XN ഉം N ഉം സെയിം ആകണമെങ്കിൽ തീർച്ചയായിട്ടും എക്സ് ആരായി മാറണം? എക്സ് എവിടുത്തെ മെമ്പറായിട്ട് മാറണം? എന്നിലെ മെമ്പറായിട്ട് മാറണം. അതായത് ജിക്കകത്തുള്ള ജിയുടെ ഭാഗമാണ് N, ജിയുടെ സബ്സെറ്റാണ് N. എന്നിനകത്തുള്ള ഏത് എലമെൻറ്റും ഇപ്പോൾ XN ഇസ് ഈക്വൽ ടു N എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എക്സ് എവിടേക്ക് പോകുന്നു? എന്നിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ നേരത്തെ പഠിച്ചിട്ടുണ്ട് AH ഇസ് ഈക്വൽ ടു H ഇഫ് ആൻഡ് ഓൺലി ഇഫ് A എലമെൻറ്റ് ഓഫ് H എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ XN ഇസ് ഈക്വൽ ടു N എന്ന് പറഞ്ഞാൽ അർത്ഥം എക്സ് എലമെൻറ്റ് ഓഫ് N എന്നാണ്. അപ്പോൾ കേർണലിനകത്ത് വരുന്നത് എന്നിനകത്ത് വരുന്ന എല്ലാ എക്സും വരും. എന്നിനകത്ത് വരുന്ന എല്ലാ എക്സും എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് പറയാം? N എന്ന് തന്നെ പറയാം. കാരണം എന്നിനകത്തുള്ള എല്ലാ എലമെൻറ്റും അടങ്ങുന്ന സെറ്റിനെ നമ്മൾ അല്ലേ എന്ന് തന്നെയല്ലേ വിളിക്കുന്നത്. എന്നിനകത്തുള്ള എല്ലാ എലമെൻറ്റുകളും അടങ്ങുന്ന സെറ്റ് പറയുന്നു A ഈക്വൽ ടു സെറ്റ് 1 2 3. എക്കകത്തുള്ള എല്ലാ എലമെൻറ്റുകളും അടങ്ങുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് 1 2 3 ആണ് എന്ന് പറയുന്നതിനേ ഉള്ളൂ. XN ഇസ് ഈക്വൽ ടു N മീൻസ് എക്സ് ബിലോങ്സ് ടു N. അപ്പോൾ കേർണലിനകത്ത് എന്നിനകത്തുള്ള എല്ലാ എലമെൻറ്റുകളും ഉണ്ട്, അല്ലെങ്കിൽ കേർണൽ എന്നുള്ളത് എന്തായിട്ട് മാറി? N ആയിട്ട് മാറി. അപ്പോൾ ഇപ്പോൾ പ്രത്യേകത എന്താ? ഒരു ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്തു. ആ ഹോമോമോർഫിസത്തിൻ്റെ കേർണലായിട്ട് ആര് വന്നു? N വന്നു. അപ്പോൾ ഇതാണ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു എക്സാമ്പിൾ ഈ ഒരു തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ തിയറത്തിൻ്റെ പ്രത്യേകത ഇതാണ്:
ഗ്രൂപ്പ് നോർമൽ സബ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പും ഫാക്ടർ ഗ്രൂപ്പുമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന മാപ്പിംഗ്, ആ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ എന്നുള്ള ആ ഫംഗ്ഷനെ നമുക്ക് ആ ഫംഗ്ഷൻ്റെ അത് ഹോമോമോർഫിസമാണ് എന്ന് പ്രൂവ് ചെയ്യും. കൂടാതെ ആ ഹോമോമോർഫിസത്തിൻ്റെ കേർണൽ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ സബ് ഗ്രൂപ്പ് തന്നെയാണ് എന്നുള്ളതാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത് നോർമൽ സബ് ഗ്രൂപ്പ്സ് ആർ കേർണൽസ് എന്ന് പറയുന്നത്. കേർണൽ നമ്മുടെ ഹോമോമോർഫിസത്തിൻ്റെ കേർണൽ എന്ന് പറയുന്നത് ആരായിട്ട് മാറി? നോർമൽ സബ് ഗ്രൂപ്പായിട്ട് മാറി എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഇപ്പോൾ നമ്മൾ എഴുതിയ ഹോമോമോർഫിസം ഒരു പർട്ടിക്കുലർ നെയിമുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത് ദ എബോവ് ഹോമോമോർഫിസം ഈസ് കോൾഡ് ദി നാച്ചുറൽ ഹോമോമോർഫിസം ഫ്രം ജി ടു ജി ബൈ എൻ ഡിഫൈൻഡ് ബൈ ഗാമ ഓഫ് ജി ഇസ് ഈക്വൽ ടു ജി എൻ. അപ്പോൾ ഈ ഹോമോമോർഫിസത്തിൻ്റെ പേരാണ് നാച്ചുറൽ ഹോമോമോർഫിസം. ആൻഡ് വാട്ട് ഇസ് ദ ഡെഫിനിഷൻ? ഗാമ ഓഫ് ജി ഇസ് ഈക്വൽ ടു ജി എൻ. So natural homomorphism is defined as gamma of G is equal to Gn. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ആ മാപ്പിങ്ങിന് ഹോമോമോർഫിസം എന്ന് പ്രൂവ് ചെയ്തു. കൂടാതെ അതിൻ്റെ കേർണൽ എന്ന് പറയുന്നത് n ആണെന്ന് കൂടി നമ്മൾ പ്രൂവ് ചെയ്തു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അതോടുകൂടി നമ്മുടെ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും.